ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മോളിക്കുലർ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അതിന്റെ ഡെഫിനിഷൻ, സ്റ്റെപ്സ്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ, ഇൻഹിബിറ്റേഴ്സ്, ഇത് നാലുമാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. ആൻഡ് ഇതിൽ തന്നെ പ്രോകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും സെപ്പറേറ്റ് ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇനി നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുന്നതിന് മുന്നേ. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്താണ്, കോഡിംഗ് സ്റ്റാൻഡ് എന്താണ്? അപ്പോൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണെങ്കിലും കോഡിംഗ് സ്റ്റാൻഡ് ആണെങ്കിലും DNA തന്നെ രണ്ട് സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ DNA നമുക്കറിയാം റെപ്ലിക്കേഷൻ പോലെയല്ല, ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഒരു പെയർ ഓഫ് DNA നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യില്ല. ഒരു DNA അതായത് ഒരു സ്ട്രാൻഡ് ഓഫ് DNA തന്നെ ഒരു സെഗ്മെന്റിനെ മാത്രമാണ്, ഏത് സെഗ്മെന്റ് ആണോ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത് ആ സെഗ്മെന്റിനെ മാത്രമാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഏത് DNA ആണോ നമ്മൾ കോഡ് ചെയ്യുന്ന, ഏത് DNA നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സെഗ്മെന്റ് ഉള്ളത് ആ DNA നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിനെയാണ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാം, കോഡിംഗ് സ്റ്റാൻഡിന്റെയും നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന RNAയുടെയും സീക്വൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നമ്മുടെ DNA ആണെന്നുണ്ടെങ്കിൽ അത് തൈമിനായിരിക്കും, RNA ആണെന്നുണ്ടെങ്കിൽ യുറാസിലായിരിക്കും. ഇനി പ്രോഡക്ട്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് mRNA ആവാം, rRNA ആവാം, tRNA ആവാം, അല്ലെങ്കിൽ സ്മോൾ RNA ലൈക്ക് snRNA അല്ലെങ്കിൽ മൈക്രോ RNA, ഇത് ഏത് വേണമെങ്കിലും ആവാം ട്രാൻസ്ക്രിപ്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ സീക്വൻസും പിന്നെ ജീൻസ് ടു ബി ട്രാൻസ്ക്രൈബ്, ഏത് ജീനാണോ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്, പിന്നെ ടെർമിനേറ്റർ സീക്വൻസ്, ഇത് മൂന്നും അടങ്ങിയ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്താണ്? അതായത് നമ്മുടെ DNA, ഏത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടുന്ന DNA എടുത്തു, അതിന്റെ ആദ്യത്തെ ബേസ്, ഏത് ബേസിനെയാണോ നമ്മൾ ആദ്യമായിട്ട് കറസ്പോണ്ടിങ് RNAയിലുള്ള ബേസിനെ നമ്മൾ കോഡ് ചെയ്യുന്നത്, ഏത് ബേസിനെ വെച്ചിട്ടാണോ നമ്മൾ കറസ്പോണ്ടിങ് RNA കോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ +1 എന്ന് മാർക്ക് ചെയ്യും. അതിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള DNA, അത് കഴിഞ്ഞിട്ടുള്ള ബേസസിനെ നമ്മൾ +2, +3 അങ്ങനെ മാർക്ക് ചെയ്ത് പോകും. അതിന് മുന്നേ ഉള്ളതിനെ -1, -2, -3 അങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊമോട്ടർ സീക്വൻസ് ഒക്കെ പറയുന്ന ടൈമിൽ ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത് നന്നായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലുമുള്ള ട്രാൻസ്ക്രിപ്ഷൻ നോക്കാൻ പോവാണ്. അപ്പോൾ പ്രോകാരിയോട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ RNA പോളിമറേസേ ഉള്ളൂ. അതിൽ തന്നെ RNA പോളിമറേസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർ കോംപ്ലക്സ് ഉണ്ട്. ആ കോർ കോംപ്ലക്സിൽ 2 ആൽഫ ഉണ്ട്, 2 ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട്, ഒരു ബീറ്റ- സബ് യൂണിറ്റ് ഉണ്ട്, ഒരു ഒമേഗ സബ് യൂണിറ്റ് ഉണ്ട്, 2 സിങ്ക് മോളിക്യൂൾസ് ഉണ്ട്. ഇത് ഇത്രയും അടങ്ങിയതാണ് RNA പോളിമറേസിന്റെ കോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. 2 ആൽഫ, 2 ബീറ്റ, ഒരു ബീറ്റ ഡാഷ്, പിന്നെ ഒരു ഒമേഗ, പിന്നെ 2 സിങ്ക് മോളിക്യൂൾസ്. ഇനി ഒരു കോർ ഇതുപോലെയുള്ള ഒരു കോർ കോംപ്ലക്സും അതിന്റെ കൂടെ ഒരു സിഗ്മ ഫാക്ടറും കൂടി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയും. ഇനി ഈ സിഗ്മ ഫാക്ടറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സിഗ്മ ഫാക്ടർ ആണ്. Now coming to the stages of transcription. നമുക്കറിയാം, ഒന്നും അറിയില്ലെങ്കിലും ഈ 3 സ്റ്റേജസ് എങ്കിലും നമ്മൾ എഴുതി വെക്കണം: ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീഷ്യേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇനീഷ്യേഷൻ നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതി വെക്കണം എക്സാമിന്. അതിൽ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്നതാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടർ എന്ന് പറയുന്നത് സ്പെസിഫിക് DNA സീക്വൻസ് വെയർ RNA പോളിമറേസ് ബൈൻഡ് ടു ഇനീഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാനായിട്ട് RNA പോളിമറേസ് ആദ്യം ഒരു DNA സീക്വൻസിൽ പോയി ബൈൻഡ് ചെയ്യും. ഒരു DNA സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്ത് ആദ്യം പോയി ബൈൻഡ് ചെയ്യുന്നത് പ്രൊമോട്ടർ റീജിയനിലാണ്. അപ്പോൾ ഈ പ്രൊമോട്ടർ റീജിയൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് അപ്സ്ട്രീം ആയിട്ട്, അതിന് മുന്നേ ആയിരിക്കും നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ ഇരിക്കുന്നത്. ഇനി സിഗ്മ ഫാക്ടർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിഗ്മ ഫാക്ടർ ആണ് ഈ പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ടിപ്പിക്കൽ സീക്വൻസ്, പ്രോകാരിയോട്സിൽ കാണുന്ന 2 ടിപ്പിക്കൽ സീക്വൻസസ് നമുക്ക് എക്സാമിന് എഴുതാവുന്നതാണ്. -35, അതായത് -35 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, -2, -3 എന്നാണ് അപ്സ്ട്രീം ഉള്ള സീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ -35th സീക്വൻസ് പ്രോകാരിയോട്സിൽ യൂഷ്വലി പ്രൊമോട്ടർ സീക്വൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ബോക്സ് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും നമ്മൾ ടാറ്റ ബോക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ അതിനെ പ്രിബ്നോ ബോക്സ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ സിഗ്നിഫിക്കന്റ്ലി പ്രോകാരിയോട്സിൽ കണ്ടുവരുന്ന പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത്. Now coming to formation of pre-initiation complex. Pre-initiation complex എന്താണ്? RNA polymerase ആദ്യം നമ്മുടെ
പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ DNA ഇപ്പൊ എങ്ങനെയാണ് ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതിനെ ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് RNA പോളിമറേസ് പ്രൊമോട്ടർ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ റീജിയൻ നമ്മുടെ ഈ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത റീജിയൻ അൺവൈൻഡ് ചെയ്യും, DNA-യിലെ ഈ റീജിയൻ അൺവൈൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഒരു ഓപ്പൺ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ ഈ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത ഈ റീജിയനെ പ്രൊമോട്ടർ റീജിയൻ അൺവൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയും, പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ ഓപ്പൺ കോംപ്ലക്സ് എന്ന് പറയും. ഇനി ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് അഡിഷൻ, ഇതെല്ലാം ഇനീഷ്യേഷന്റെ അണ്ടറിൽ തന്നെ നമ്മൾ എഴുതേണ്ടുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പ്രൊമോട്ടറിനെ പറ്റി എഴുതി, എന്നിട്ട് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിനെ പറ്റി എഴുതി. ഇനി നമ്മൾ ആദ്യത്തെ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ടു ദി ബീറ്റ സബ് യൂണിറ്റ്. ബീറ്റ സബ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഇതിന്റെ നമ്മുടെ RNA പോളിമറേസിന്റെ കോർ കോംപ്ലക്സിൽ 2 ബീറ്റ ഉണ്ട്, 2 ആൽഫ ഉണ്ട്, ഒരു ബീറ്റ ഡാഷ് ഉണ്ട്, ഒരു ഒമേഗ ഉണ്ട്, 2 സിങ്ക് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ബീറ്റ സബ് യൂണിറ്റിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ആവുന്നത്. ഇനി RNA പോളിമറേസ് കാറ്റലൈസ് ദ അഡീഷൻ ഓഫ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അപ്പൊ നമ്മൾ ഇനീഷ്യേഷന്റെ അണ്ടറിൽ തന്നെ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്നതും എഴുതും. ഈ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡും സെക്കൻഡ് ന്യൂക്ലിയോടൈഡും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അപ്പൊ ഈ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ പൈറോഫോസ്ഫേറ്റ് റിലീസ് ആവും. ഈ പൈറോഫോസ്ഫേറ്റ് റിലീസ് ആയിട്ട് നമ്മുടെ എനർജി, അതാണ് നമ്മുടെ മുന്നോട്ടുള്ള റിയാക്ഷന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റെപ്ലിക്കേഷനിൽ പറഞ്ഞ സെയിം സാധനമാണ്, ബോണ്ട് ഫോർമേഷൻ, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ. ഇനി പ്രൊമോട്ടർ ക്ലിയറൻസ്, ഇതിൽ ഇനിഷ്യേഷനിൽ എഴുതുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്നത്. 3 to 10 ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും RNA പോളിമറേസ് അണ്ടർഗോ കൺഫോർമേഷണൽ ചേഞ്ച്, ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ദിസ് RNA പോളിമറേസ് മൂവ് അവേ ഫ്രം ദി പ്രൊമോട്ടർ റീജിയൻ. RNA പോളിമറേസ് ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടായ ശേഷം പ്രൊമോട്ടർ റീജിയനിൽ നിന്ന് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടൈമിൽ എന്ത് ചെയ്യും, സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഫാക്ടർ ആണ്. ഈ സിഗ്മ ഫാക്ടർ റിലീസ് ആവും. അപ്പം ഈ സിഗ്മ ഫാക്ടർ റിലീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇനീഷ്യേഷൻ പ്രോസസ് അവിടെ എൻഡ് ചെയ്യാണ്. ഇനി നടക്കുന്നത് ഇലോങ്ങേഷൻ സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇനീഷ്യേഷനിൽ എന്തൊക്കെ എഴുതും, നമ്മൾ ആദ്യം പ്രൊമോട്ടറിനെ പറ്റി എഴുതും. പ്രൊമോട്ടറിനെ പറ്റി പറയുമ്പോഴത്തേക്കും പ്രൊമോട്ടർ എന്താണെന്ന് പറയും, പ്രൊമോട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് പറയും. പിന്നെ നമ്മൾ 2 പ്രൊമോട്ടർ റീജിയൻ, എക്സാമ്പിൾസ് ഓഫ് 2 പ്രൊമോട്ടർ റീജിയൻ എഴുതും, -35 സീക്വൻസും പിന്നെ ഒരു ടാറ്റ ബോക്സും അല്ലെങ്കിൽ പ്രിപ്നോ ബോക്സ്. പിന്നെ നമ്മൾ ഫോർമേഷൻ ഓഫ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിനെ പറ്റി എഴുതും. പിന്നെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് അഡീഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചെയ്യും. അവിടെ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ആവുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് പ്രൊമോട്ടർ ക്ലിയറൻസിനെ പറ്റി പറയും. ഇനി പറയുന്നത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന, അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. RNA polymerase moves along the DNA template and ribonucleotides 1 by 1 by using base pairing rule. ബേസ് പെയറിംഗ് റൂൾ അനുസരിച്ച്, അതായത് അഡിനിൻ ആണെങ്കിൽ യുറാസിൽ, ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ എന്നുള്ള രീതിയിൽ ബേസ് പെയർസ് ആഡ് ചെയ്ത് പോകും. ഇനി അതിൽ തന്നെ നമ്മൾ നമ്മുടെ റെപ്ലിക്കേഷൻ പറഞ്ഞ ടൈമിൽ പറഞ്ഞതുപോലെ 5' to 3' ഡയറക്ഷനിൽ തന്നെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ബബിളിൽ എന്തൊക്കെ ഉണ്ടാവും, പുതുതായിട്ടുണ്ടായ RNA, അതായത് നേസന്റ് RNA ഉണ്ടാവും, നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന DNA സെഗ്മെന്റ് ഉണ്ടാവും, പിന്നെ RNA പോളിമറേസ് ഉണ്ടാവും. ഇത് 3 അടങ്ങിയതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ എന്ന് പറയുന്നത്. പിന്നെ ടോപ്പോ ഐസോമറേസ് ആണ് നമ്മുടെ സൂപ്പർ കോയിൽസ്, അതായത് നമ്മുടെ ഈ DNA അൺവൈൻഡ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ DNA-യുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സൂപ്പർ കോയിൽസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈം. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ടെർമിനേഷൻ. ഇലോങ്ങേഷൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്, അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. അതിൽ പ്രത്യേകിച്ച് വലുത് ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനായിട്ടില്ല. ഇനി ടെർമിനേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. റോ ഡിപ്പെൻഡന്റ് ടെർമിനേഷൻ ഉണ്ട്, റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ ഉണ്ട്. അപ്പൊ റോ ഡിപ്പെൻഡന്റ് ടെർമിനേഷന് നമുക്ക് എന്ത് വേണം, റോ ഫാക്ടർ വേണം. റോ ഫാക്ടർ റെക്കഗ്നൈസ് സ്പെസിഫിക് സി റിച്ച് റീജിയൻ അപ്സ്ട്രീം ഓഫ് ദി ടെർമിനേഷൻ സൈറ്റ്. ടെർമിനേഷൻ സൈറ്റിന് മുന്നേ ആയിട്ടുള്ള സ്പെസിഫിക് സി റിച്ച് റീജിയനെ, അതായത് സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള റീജിയനെ എന്ത് റെക്കഗ്നൈസ് ചെയ്യും, നമ്മുടെ റോ ഫാക്ടർ റെക്കഗ്നൈസ് ചെയ്യും. ഇറ്റ് ഹാസ് ഹെലിക്കേസ് ആൻഡ് ATPase ആക്ടിവിറ്റി. ഹെലിക്കേസ് ആക്ടിവിറ്റിയും ഉണ്ട്, ATPase ആക്ടിവിറ്റിയും ഉണ്ട്. ആൻഡ് ദിസ് ഡിസ്ട്രപ്റ്റ് ദി ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ. നമ്മുടെ റോ ഫാക്ടറിന് ഈ 2 ആക്ടിവിറ്റി ഉണ്ട്. ഇത് കാരണം നമ്മുടെ എന്ത് ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടും, ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെടും.
അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, RNA ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന RNA ഉണ്ടാവുമല്ലോ, അത് കാരണം റിലീസ് ചെയ്യും. അപ്പൊ റോ ഫാക്ടറിന് ഹെലിക്കേസ് ആൻഡ് ATPase ആക്ടിവിറ്റി ഉണ്ട്. ഇത് എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ബബിളിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് RNA ട്രാൻസ്ക്രിപ്റ്റിനെ റിലീസ് ചെയ്യും. ഇനി റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ ഉണ്ട്. റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ എന്ന് പറയുന്നത് ബൈ ഫോമിങ് എ ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ. ഇത് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നമ്മൾ ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. റോ ഇൻഡിപെൻഡന്റ് ടെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടാണ് ഈ ടെർമിനേഷൻ നടക്കുന്നത്. വീക്ക് ബോണ്ടിങ് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് യുറാസിൽ അലോസ് mRNA ടു സെപ്പറേറ്റ്. അതായത് അഡിനിൻ യുറാസിൽ, അഡിനിൻ തൈമിൻ തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്, ഗ്വാനിൻ സൈറ്റോസിൻ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെയുള്ള വീക്ക് ബോണ്ട്, അഡിനിനും യുറാസിലും തമ്മിലുള്ള വീക്ക് ബോണ്ട് എന്ത് ചെയ്യും, mRNA നമ്മുടെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബൈ ഫോമിങ് എ ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ. അപ്പൊ റോ ഡിപെൻഡന്റ് ടെർമിനേഷനിൽ നമ്മൾ എഴുതേണ്ടുന്ന പോയിന്റ്സ് ആണ്, ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് ടെർമിനേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് വീക്ക് ബോണ്ട് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് യുറാസിൽ ഓഫ് ദി അഡിനിൻ ആൻഡ് യുറാസിൽ അലോസ് ദി mRNA ടു സെപ്പറേറ്റ്. ഇനി ട്രാൻസ്ക്രിപ്ഷനിൽ എറേഴ്സ് വരാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RNA പോളിമറൈസിന് പ്രൂഫ് റീഡിങ് കാപ്പബിലിറ്റി ഇല്ല. നമ്മൾ നമ്മുടെ റെപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും എന്താണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് DNA ആഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പുതിയ DNA ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം RNA പോളിമറൈസിന് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റേക്ക് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. നല്ല തെറ്റുകൾ, അതായത് റോങ് ബേസസ് ആഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ കൂടുതലും ഇൻട്രോൺസിലായിരിക്കും, അതായത് നോൺ കോഡിംഗ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും ഈ മിസ്റ്റേക്സ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് അത്രയും വലിയൊരു പ്രശ്നമാവില്ല. ഇനി കപ്ലിംഗ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ നമ്മുടെ പ്രോകാരിയോട്സിലുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടും സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് നടക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും ട്രാൻസ്ലേഷൻ ആണെങ്കിലും. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻഹിബിറ്റേഴ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രോകാരിയോട്സിൽ റിഫാംബിസിൻ ആണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷന്റെ ഇൻഹിബിറ്റർ ആയിട്ട് പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഡ്രഗ്. അപ്പോൾ റിഫാംബിസിൻ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ഡ്രഗാണ്, ഒരു ആന്റി ട്യൂബർക്കുലസ് ഡ്രഗ് ആണ്. ഇത് എങ്ങനെ വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ബൈ ബൈൻഡിങ് ടു ബീറ്റ സബ് യൂണിറ്റ് ഓഫ് RNA പോളിമറൈസ്. RNA പോളിമറൈസിലെ ബീറ്റ സബ് യൂണിറ്റിലേക്ക് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ട്രാൻസ്ക്രിപ്ഷനെ ബ്ലോക്ക് ചെയ്യും. ഇത് യൂക്കാരിയോട്ടിക് RNA പോളിമറൈസിൽ ബൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്തായിട്ട് കണക്കാക്കാം, ഒരു സെലക്റ്റീവ് ആന്റിബയോട്ടിക് ആയിട്ട് കണക്കാക്കാം. ഇനി കമ്മിങ് ടു യൂക്കാരിയോട്സ്, യൂക്കാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. യൂക്കാരിയോട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം DNA പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ക്രോമാറ്റിൻ എന്ത് ചെയ്യണം, ഡീകണ്ടൻസ് ചെയ്യണം. ഹെട്രോക്രോമാറ്റിൻ ഉണ്ട്, യൂക്രോമാറ്റിൻ ഉണ്ട്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡെൻസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ് ആണ്. യൂക്രോമാറ്റിൻ ആണെങ്കിൽ അത് ലൂസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആണ്. ഇനി കമ്മിങ് ടു RNA പോളിമറേസ്, 3 RNA പോളിമറേസ് ആണുള്ളത്, 1, 2, 3. അപ്പോൾ അതിൽ 1 കോഡ് ഫോർ rRNA, 2 കോഡ് ഫോർ mRNA ആൻഡ് 3 ഫോർ tRNA. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് എഴുതാം, എന്തിനൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ആൽഫ അമാനിതിനോടുള്ള ഓരോന്നിന്റെയും സെൻസിറ്റിവിറ്റി. ഇപ്പം RNA പോളിമറേസ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RNA പോളിമറേസ് 2 ഹൈലി സെൻസിറ്റീവ് ടു ആൽഫ അമാനിതിനാണ്. ഈ ആൽഫ അമാനിതിൻ എന്ന് പറയുന്നത് ഒരു മഷ്റൂം എന്നുള്ളൊരു ടോക്സിൻ ആണ്. അപ്പോൾ ഈ ടോക്സിനോട് നമ്മുടെ RNA പോളിമറേസ് 2 ഹൈലി സെൻസിറ്റീവ് ആണ്. ഇന്റർമീഡിയറ്റ് സെൻസിറ്റിവിറ്റി ആണ് 3ക്ക്, 1 ഇൻസെൻസിറ്റീവ് ആണ്. Now coming to different stages പറയുമ്പോൾ ഇനീഷ്യേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട്. ഒരെണ്ണം കൂടി വരും, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ഇനീഷ്യേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ പ്രൊമോട്ടർ റീജിയനെ പറ്റി എഴുതണം. പ്രൊമോട്ടർ റീജിയൻ എന്താ ചെയ്യുന്നത്, അത് നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിലേക്ക് നമ്മുടെ RNA പോളിമറൈസിനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അവിടെ സിഗ്മ ഫാക്ടർ പോലെ തന്നെ ഇവിടെ പ്രൊമോട്ടർ റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, പ്രൊമോട്ടർ റീജിയന്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ബോക്സ്, ഗോൾബർഗ് ഹോക്നസ് ബോക്സ്. അവിടെ നമ്മൾ പ്രെഗ്നോ ബോക്സ് ആണ് പറഞ്ഞത്.
ഇനി ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D ഒരു സബ് യൂണിറ്റ് ആണ്. 2D ഒരു സബ് യൂണിറ്റ് ആണ് ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റ ബോക്സിലേക്ക് പോയി ബൈൻഡ് ചെയ്യും. ടാറ്റ ബോക്സ് പ്രൊമോട്ടർ റീജിയൻ ആണ്, അതിലേക്ക് പോയി ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ. ഇനി റെഗുലേറ്ററി എലമെന്റ്സ് എന്താണ്? റെഗുലേറ്ററി എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന് അപ്സ്ട്രീം ആയിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ആണ്. ഇവരാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എത്ര ഫ്രീക്വന്റ് ആയിട്ട് നടക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിറ്റർമിൻസ് ഹൗ ഫ്രീക്വന്റ്ലി ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ്. എക്സാമ്പിൾ GC ബോക്സ്. Now coming to mechanism. Mechanism എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടതാണ് ഫോർമേഷൻ ഓഫ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. അപ്പോൾ ഈ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് കുറച്ച് കോംപ്ലക്സ് ആണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷന് നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ പോയിട്ട് നമ്മുടെ ടാറ്റ ബോക്സിൽ ആദ്യം ബൈൻഡ് ചെയ്യണം. ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D ഒരു സബ് യൂണിറ്റ് ആണ്. അത് പോയിട്ട് എന്ത് ചെയ്യും? ആദ്യം ടാറ്റ ബോക്സിൽ ബൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2A യും 2B യും പോയിട്ട് ഈ ഓൾറെഡി ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാറ്റ ബൈൻഡിങ് പ്രോട്ടീന്റെ ടാറ്റ ബോക്സിലോട്ട് ബൈൻഡ് ചെയ്യും. അതായത് ഇത് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെർണറി കോംപ്ലക്സ്, അതായത് ഇപ്പൊ 4 സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണ്? ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ട്, ടാറ്റ ബോക്സ് ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2A ഉണ്ട്, 2B ഉണ്ട്. ഇങ്ങനെ ഈ 4 അടങ്ങിയ ഒരു ടെർണറി കോംപ്ലക്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് RNA പോളിമറേസ് 2ലേക്ക് അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RNA പോളിമറേസ് 2 ഉണ്ടല്ലോ, ഈ RNA പോളിമറേസ് 2ലേക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F പോയി ബൈൻഡ് ചെയ്ത് അതിനെ നമ്മുടെ പ്രൊമോട്ടർ റീജിയനിലേക്ക് കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2E യും 2H കൂടി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് കംപ്ലീറ്റ് ആവും? പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് കംപ്ലീറ്റ് ആവും. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H-ന് 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഹെലിക്കേസ് ആക്ടിവിറ്റി ഉണ്ട്, ATPase ആക്ടിവിറ്റി ഉണ്ട്, കൈനേസ് ആക്ടിവിറ്റി ഉണ്ട്. ഹെലിക്കേസ് ആക്ടിവിറ്റി നമുക്കറിയാം, ഇതിനെ DNA സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്യുന്നത് ഹെലിക്കേസ് ആക്ടിവിറ്റി കൊണ്ടാണ്. അപ്പോൾ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിൽ എന്തൊക്കെയുണ്ട്? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മുടെ DNA സ്ട്രാൻഡ് ഉണ്ട്, ഇപ്പൊ അൺവൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന DNA സ്ട്രാൻഡ് ഉണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D ഉണ്ട്, അതായത് ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ട്. 2A ഉണ്ട്, 2B ഉണ്ട്, RNA പോളിമറേസ് 2 ഉണ്ട് വിത്ത് RNA പോളിമറേസ് 2F, 2E ഉണ്ട്, 2H ഉണ്ട്. ഇത് ഇത്രയും അടങ്ങിയതാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. അത് നമ്മൾ എടുത്തെഴുതേണ്ടതാണ് എക്സാമിന്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RNA പോളിമറേസ് 2നെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ RNA പോളിമറേസ് 2 ഇനീഷ്യേഷൻ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യും. എന്നിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഇലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓൺലി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F റിമെയിൻസ് വിത്ത് RNA പോളിമറേസ് 2. ഇപ്പൊ നമ്മൾ ഈ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടി ബാക്കി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ഈ RNA പോളിമറേസ് 2 വിട്ടുപോകും. എന്ത് മാത്രം നിലനിൽക്കും? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F, അതായത് നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F ആണ് ആദ്യമേ പോയി RNA പോളിമറേസ് 2നെ ബൈൻഡ് ചെയ്ത് പ്രൊമോട്ടർ റീജിയനിലേക്ക് കൊണ്ടുവന്നത്. ഈ 2F മാത്രമാണ് ഇലോങ്ങേഷൻ സ്റ്റെപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ RNA പോളിമറേസ് 2ൽ ബാക്കി ഉണ്ടാവുക. ബാക്കി എല്ലാ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും ലീവ് ചെയ്തിട്ടുണ്ടാവും. ഇനി now coming to elongation. ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും RNA അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പ്രോകാരിയോട്സിലെ പോലെ തന്നെയാണ്. മൂവ്സ് അലോങ് ദ DNA ടെംപ്ലേറ്റ് ആഡിങ് റൈബോന്യൂക്ലിയോടൈഡ്സ് 1 by 1 ബൈ ബേസ് പെയറിംഗ് റൂൾ. 5' to 3' ഡയറക്ഷനിലാണ് നടക്കുന്നത്. DNA ഹെലിക്സ് ഡൗൺ സ്ട്രീമിലേക്ക് അൺവൈൻഡ് ചെയ്യും, അപ്സ്ട്രീമിലേക്ക് റീവൈൻഡ് ചെയ്യുകയും ചെയ്യും. Now coming to termination. Second last step. Termination പറയുമ്പോഴത്തേക്കും excess far down the protein termination sequence നമ്മുടെ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് ഒന്നും നല്ല ദൂരത്തായിട്ടായിരിക്കും, ഫാർ ഡൗൺ സ്ട്രീം ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു എൻഡോന്യൂക്ലിയസ് വന്നിട്ട് നമ്മുടെ RNA-നെ എന്ത് ചെയ്യും? ക്ലീവ് ചെയ്യും. എവിടെ വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ about 15 base pairs 3' to a sequence AAUAAA. AAUAAA എന്ന് പറയുന്ന സീക്വൻസിന് 15 ബേസ് പെയർസ് 3' ആയിട്ട് ഒരു എൻഡോന്യൂക്ലിയസ് വന്ന് നമ്മുടെ RNA-നെ ക്ലീവ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ടെർമിനേഷൻ സ്റ്റെപ്പ് നടക്കുന്നത്. ഇത് കഴിഞ്ഞു. ഇപ്പൊ നമുക്കൊരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, അതായത് HNR-നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ HNR-നെ കുറെ മോഡിഫിക്കേഷൻസിലൂടെ കടന്നു പോയിട്ടാണ് നമുക്കൊരു മെച്യൂർ RNA ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോസസ്, ഈ മോഡിഫിക്കേഷൻസ് എല്ലാം നടക്കുന്നത് ന്യൂക്ലിയസിൽ നിന്ന് തന്നെയാണ്. ന്യൂക്ലിയസിൽ നിന്ന് ഒരു മെച്യൂർ RNA ആണ് നമ്മൾ സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5' ക്യാപ്പിംഗ്. 5' ക്യാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? 7' മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ മോളിക്യൂളിന്റെ പേര് പഠിക്കണം. 7' മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ 5' എൻഡിലേക്ക് ആഡ് ചെയ്യാണ്. അതാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതായത്
5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയിൽ നിന്ന് 5' എൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്പിംഗ് കൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഹെൽപ്സ് ടു ഐഡന്റിഫൈ സ്പെസിഫിക് mRNA. mRNA നമ്മുടെ tRNAയിൽ നിന്നും rRNAയിൽ നിന്നും ഒക്കെ വേർതിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യാപ്പിംഗ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ടെയിലിംഗ്. പോളി അഡിനിലേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അഡിനോസിൻ റെസിഡ്യൂസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര എണ്ണം? 25 to 250 അഡിനോസിൻ റെസിഡ്യൂസിനെ നമ്മൾ 3' എൻഡിലേക്ക് ആഡ് ചെയ്യും. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? 3' to 5' മറ്റത് 5' to 3' ആണ്. ഇത് 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മുടെ HNRNA പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ എയ്ഡ് ചെയ്യും. പിന്നെ mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു മോഡിഫിക്കേഷൻ നമ്മുടെ ഈ HNRNA ചില ബേസസിൽ മോഡിഫിക്കേഷൻ നടക്കും. അതായത് മീഡിയലേഷൻ പോലുള്ള മോഡിഫിക്കേഷൻസ് നടക്കാറുണ്ട്. സ്പ്ലൈസിങ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻട്രോൺസ് ആണ് നോൺ കോഡിംഗ് സീക്വൻസ്. ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസ് കോഡിംഗ് സീക്വൻസ് ആയിട്ടുള്ള എക്സോൺസിനെ തമ്മിൽ ലൈഗേറ്റ് ചെയ്യിക്കുന്നതാണ് സ്പ്ലൈസിങ്. അപ്പൊ ഈ സ്പ്ലൈസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പ്ലൈസിങ് ഒബ്വിയസ്ലി ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ലൈഗേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒബ്വിയസ്ലി എനർജി റിക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ്. സ്പ്ലൈസിയോസോമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൽ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്പ്ലൈസിയോസോം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്. എന്തൊക്കെ അടങ്ങിയിട്ടുള്ളത്? നമ്മുടെ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ടുള്ള HNRNA, പിന്നെ SNRNA സ്മോൾ ന്യൂക്ലിയർ RNA പ്ലസ് പ്രോട്ടീൻസ്, ഇത് ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് സ്പ്ലൈസിയോസോം എന്ന് പറയുന്നത്. അപ്പോൾ SNRNA പ്ലസ് പ്രോട്ടീൻ, SNRNA എന്ന് പറയുന്നത് യുറാസിൽ റിച്ച് ആയിട്ടുള്ള RNA ആണ്. അതിനെ U1, U2, U4 ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ SNRNA കൂടെ പ്രോട്ടീൻസും കൂടി ചേർന്ന് കഴിയുമ്പോൾ സ്മോൾ ന്യൂക്ലിയർ റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയും. ഈ സ്മോൾ ന്യൂക്ലിയർ റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്നേർപ്സ് എന്നല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എളുപ്പത്തിന്, സ്നേർപ്സ് എന്ന് പറയും. ഈ സ്നേർപ്സിന്റെ കൂടെ ബേസിക്കലി ഇത് രണ്ടും സെയിം ആണ്. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് പ്ലസ് SNRNA പ്ലസ് പ്രോട്ടീൻ ഇസ് ഈക്വൽ ടു സ്നേർപ്സ് പ്ലസ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. ഇത് രണ്ടും സെയിം ആണ്. കാരണം SNRNA പ്ലസ് പ്രോട്ടീൻ ആണല്ലോ നമ്മൾ സ്നേർപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പ്ലൈസിയോസോം ഉണ്ടാവുന്നത്. ഈ സ്പ്ലൈസിയോസോം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? സ്പ്ലൈസിയോസോം നമ്മുടെ ഇൻട്രോൺസിനും എക്സോൺസിനും ഇടയിലുള്ള ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യും. ഇൻട്രോൺസിനും എക്സോണിനും ഇടയിലുള്ള ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോൺസ് ഒരു ലാരിയേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കും, സൈക്ലിക് ലാരിയേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കും, ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ലാരിയേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. റിലീസ് ദ ലാരിയേറ്റ് ഇൻട്രോൺ. ലാരിയേറ്റ് പോലെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻട്രോണിനെ നമ്മൾ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന എക്സോൺസിനെ തമ്മിൽ ലൈഗേറ്റ് ചെയ്യും. ഇതാണ് ബേസിക്കലി സ്പ്ലൈസിംഗിൽ നടക്കുന്നത്. ഇനി ലാസ്റ്റ് tRNA പ്രോസസ്സിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് mRNA പ്രോസസ്സിംഗ് ആണ്. ഇനി tRNA പ്രോസസ്സിംഗ്. tRNA പ്രോസസ്സിംഗിലേക്ക് വരുമ്പോഴത്തേക്കും 5' ആൻഡ് 3' എക്സ്റ്റൻസേഴ്സ് അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 5'ലും 3'ലും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആവശ്യമില്ലാത്ത കുറച്ച് സീക്വൻസസിനെ നമ്മൾ റിമൂവ് ചെയ്യും യൂസിങ് ദ എൻസൈം റൈബോന്യൂക്ലിയസ് P. അത് കഴിഞ്ഞിട്ട് 3' എൻഡിലേക്ക് നമ്മൾ CCA എന്ന് പറയുന്ന സീക്വൻസിനെ ആഡ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ലേഷനിൽ പ്രോട്ടീൻസിനെ അമിനോസിഡ്സിനെ ക്യാരി ചെയ്യുന്ന എൻഡിൽ CCA എന്ന് പറയുന്ന 3' എൻഡാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അവിടെ CCA ആഡ് ചെയ്യുന്നത് ഈ മോഡിഫിക്കേഷൻ സ്റ്റെപ്പിലാണ്. ഇനി ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം ആന്റികോഡോൺ ലൂപ്പ്. ആന്റികോഡോൺ ലൂപ്പിൽ എന്തെങ്കിലും ഇൻട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് റിമൂവ് ചെയ്യും. പിന്നെ ബേസസിന്റെ മോഡിഫിക്കേഷൻ, മീഡിയലേഷൻ, അസറ്റൈലേഷൻ പോലെയുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യും. ഇനി കമ്മിങ് ടു RRNA പ്രോസസ്സിംഗ്. RRNA പ്രോസസ്സിംഗിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആണ്. RRNA ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ലാർജ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ടാണ്. അതായത് 45S RRNA ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ക്ലീവ് ചെയ്ത് 18S RRNA, 5.8S RRNA, 28S RRNA ആക്കി മാറ്റും. ഇനി നമുക്ക് വേറൊന്നും കൂടി അറിയാം, 5S RRNA ഉണ്ടെന്നുള്ളത്. അത് ഇതിനെ ക്ലീവ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല, അത് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ലാസ്റ്റ് ട്രാൻസ്ക്രിപ്ഷന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനങ്ങളാണ്. ആക്ടിനോമൈസിൻ ആൻഡ് മൈറ്റോമൈസിൻ. ഇത് രണ്ടും ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA സ്ട്രാൻഡ്സുമായിട്ട് ഇന്റർകലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ആക്ടിനോമൈസിനും മൈറ്റോമൈസിനും. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആൽഫ അമാനിദിൻ എന്ന് പറയുന്നത് RNA പോളിമറേസ് 2 സെൻസിറ്റീവ് ആണ്. അപ്പോൾ RNA പോളിമറേസ് 2നെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ശേഷി ആൽഫ അമാനിദിന് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത്രേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാണ്ട് ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിന് പോകാൻ പാടില്ല. അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ രസമുള്ള ടോപ്പിക്കാണ്. താങ്ക് യു.